യൂറോപ്യന്മാർ അവിടത്തെ തണുപ്പും കാലാവസ്ഥയും കാരണം വെളുത്തവരായതാണോ, അല്ലെങ്കിൽ ആദ്യം തന്നെ വെളുത്തവർ മാത്രമാണോ അതിജീവിച്ചത്? ഇത് ലമാർക്കും ഡാർവിനും രണ്ട് വ്യത്യസ്തമായി വിശദീകരിക്കുന്നു. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക് പറഞ്ഞത് എന്താണ്? ജീവിതകാലത്ത് നമ്മൾ നേടുന്ന സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. ആഫ്രിക്കയിൽ നിന്ന് വടക്കൻ യൂറോപ്പിലേക്ക് കുടിയേറിയ മനുഷ്യർക്ക് അവിടെ സൂര്യപ്രകാശം വളരെ കുറവായിരുന്നു. അതിനാൽ മെലാനിന്റെ ആവശ്യം കുറഞ്ഞു. കൂടുതൽ വിറ്റാമിൻ ഡി നിർമ്മിക്കാൻ ശരീരം കൂടുതൽ വെളിച്ചം ആഗിരണം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ജീവിതകാലത്ത് അവരുടെ ചർമ്മം വെളുത്തതായി മാറി. ആ വെളുത്ത നിറം കുട്ടികളിലേക്ക് പകരപ്പെട്ടു. പക്ഷേ ഇന്നത്തെ ശാസ്ത്രം ഇത് അംഗീകരിക്കുന്നില്ല. കാരണം ജീവിതകാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ DNA വഴി പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടില്ല. ഇപ്പോൾ നോക്കാം ചാൾസ് ഡാർവിൻ എന്താണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പ്രകൃതി നിർദ്ധാരണം. ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ചർമ്മനിറത്തിൽ ചെറിയ ജനിതക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് അല്പം വെളുത്ത നിറം, ചിലർക്ക് കൂടുതൽ ഇരുണ്ട നിറം. വടക്കൻ യൂറോപ്പിലെത്തിയപ്പോൾ സൂര്യപ്രകാശം കുറവായിരുന്നു. ഇരുണ്ട ചർമ്മമുള്ളവർക്ക് വിറ്റാമിൻ ഡി നിർമ്മിക്കാൻ പ്രയാസമായി. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയിരുന്നു. പക്ഷേ അല്പം വെളുത്തവർക്ക് വിറ്റാമിൻ ഡി എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. അവർ കൂടുതൽ ആരോഗ്യവാന്മാരായി, കൂടുതൽ കാലം ജീവിച്ചു, കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടെ വെളുത്തവർ മാത്രം കൂടുതൽ അതിജീവിച്ചു. ഇതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് യൂറോപ്യൻ കാലാവസ്ഥയിൽ മനുഷ്യർ വെളുത്തതല്ല, മുൻപേ അല്പം വെളുത്തവർ ഉണ്ടായിരുന്നതാണ്. അവരാണ് അവിടെ അതിജീവിച്ചത്. പ്രകൃതി ആരെയും മാറ്റുന്നില്ല, അർഹതയുള്ളവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വിവരം ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ.